അച്ഛന്റെ പേര് അനു. അച്ഛൻ ടെലികോമിൽ ജോലി ചെയ്യുന്നു. അമ്മയുടെ പേര് ആതിര. എനിക്കൊരു ഏട്ടനുണ്ട്. ഏട്ടന്റെ പേര് ഹലോ. ഏട്ടൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ കലാമണ്ഡലം വിദ്യ ടീച്ചർ കീഴിൽ ഭരതനാട്യവും പാലക്കാട് മ്യൂസിക് അക്കാദമിയിലെ പ്രസന്ന ടീച്ചർ കീഴിൽ സംഗീതവും പഠിക്കുന്നുണ്ട്. എന്റെ പ്രധാനപ്പെട്ട ഹോബി ഡാൻസ്, ഡ്രോയിങ്, സ്റ്റോറി ടെല്ലിംഗ്, മ്യൂസിക് എന്നിവയാണ്. എനിക്ക് വലുതാവുമ്പോൾ എയർ ഹോസ്റ്റസും ഒരു മോഡലും ആവാനാണ് ഇഷ്ടം. മിടുക്കിയിലെ ഈ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിന് മിടുക്കിയിലെ എല്ലാ ടീമിനോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. രസമായിട്ടാ സംസാരിക്കണേ. സുന്ദരിക്കുട്ടി നന്നായിട്ട് സംസാരിച്ചല്ലോ ഇല്ലേ? സംസാരിച്ചില്ലേ? ആ കലാമണ്ഡലത്തിൽ ആ ടീച്ചർ പേരൊന്നും പറയാൻ മാത്രം വലിപ്പമൊന്നും ആയിട്ടില്ല. അത് കിട്ടുന്നില്ല. ഭരതനാട്യം എന്നൊക്കെ എന്തോരം വെയിറ്റ് എടുത്തിട്ടാ പറഞ്ഞതെന്നറിയാമോ? ഇഷ്ടമാണോ ഡാൻസ്? അത്ര ഇഷ്ടമല്ല. ആ ടീച്ചർ പഠിപ്പിക്കണോണ്ട് പഠിക്കണതാണ്. അതിന് ഇഷ്ടമൊന്നുമില്ല. അത്ര താല്പര്യമൊന്നും ഇല്ല. ഉണ്ടോ? സംഗീതം പഠിക്കാൻ ഇഷ്ടമുണ്ടോ? പക്ഷെ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നീ ഇഷ്ടമില്ലാന്ന് പറയുന്നത് മോശമില്ലേ? നാട്ടുകാർ വിചാരിക്കും നമ്മൾ പഠിക്കുന്നില്ല. ഇത്രയും വലിയ ടീച്ചറിനൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? ഈ മാലയൊക്കെ എന്ത് രസമൊക്കെ ആരുടെയാ? നല്ല രസമായിട്ട് കേരള സ്റ്റൈലില് കേരള മങ്ങയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുല്ലപ്പൊക്കെ വെക്കാൻ മാത്രം തലമുടിയൊക്കെ ഉണ്ടോ? ഇന്നല്ലേ ഇതിനെ കാണട്ടെ. അയ്യോ എന്ത് രസം. വളയൊക്കെ വെച്ച് കെട്ടിയിരിക്കുക അല്ലേ? അല്ലേ? ആയിക്കോട്ടെ. ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? നമുക്ക് ഇഷ്ടപ്പെട്ട് പോകുമൊന്നുമല്ല. പിന്നെ ഫീസൊക്കെ കൊടുക്കുന്നതല്ല, ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യണേ? പാട്ടാണോ പറയണേ? ഡാൻസ് അല്ല, പാട്ടാ. നടക്കട്ടെ. എങ്ങനെയുണ്ട് നോക്കട്ടെ. സംഗീതം അല്ലെങ്കിൽ ഞാൻ അവിടെ വരാം. ടീച്ചർ കൊള്ളാമോ നോക്കി അസലായിട്ട് പാടണേ. ചിരിച്ചോണ്ട് പാടണേ. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ശരി. മനസ്സിൽ വെറുതെ താനെ മാറി ലോകവും നിന്നിയോർമ്മയാലേ 100 പൊൻകിനാവിന്നി നിന്നി എന്നിലാകെ നീ തുവൽ പോലെ കാറ്റിൽ വന്ന് നെഞ്ചിൽ തൊട്ടിൽ